പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ കാണുക. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 1 എന്താണെന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് ഇൻ 2 കോൺസെൻട്രിക് സർക്കിൾസ്. എന്താണ് ഈ കോൺസെൻട്രിക് സർക്കിൾ എന്ന് വെച്ചാൽ? രണ്ട് സർക്കിളിൻ്റെയും സെൻറ്റർ സെയിം ആയിരിക്കും, കോമൺ ആയിരിക്കും. അതായത് ഒരേ സെൻറ്ററിൽ നിന്ന് തന്നെയായിരിക്കും രണ്ട് സർക്കിളുകളും വന്നിട്ടുള്ളത്. ദ കോഡ് ഓഫ് ദി ലാർജർ സർക്കിൾ വിച്ച് ടച്ചസ് ദി സ്മോളർ സർക്കിൾ ഈസ് ബൈസെക്റ്റ് അറ്റ് ദി പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലാർജർ സർക്കിളിൻ്റെ കോഡ് സ്മോളർ സർക്കിളിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഈസ് ബൈസെക്റ്റ് അറ്റ് ദി പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ അത് ബൈസെക്റ്റ് ചെയ്യപ്പെടുന്നുവെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഫിഗർ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിതിൻ്റെ ഫിഗർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വരച്ചാൽ ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫിഗർ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ സെൻറ്റർ O ആണ്. ഈ സെൻറ്റർ Oയിൽ നിന്ന് തന്നെ സെയിം സെൻറ്ററിൽ നിന്ന് തന്നെ വരച്ചിട്ടുള്ള രണ്ട് സർക്കിൾസ് ആണ് സർക്കിൾ C2ഉം സർക്കിൾ C1ഉം. ഇതിനെയാണ് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ രണ്ട് സർക്കിളിൻ്റെയും സെൻറ്റർ ഒന്ന് തന്നെയാണ്, O തന്നെയാണ് ഈ രണ്ട് സർക്കിൾസിൻ്റെയും സെൻറ്റർ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? കോഡ് ഓഫ് ദി ലാർജർ സർക്കിൾ. അപ്പം C1 എന്ന് പറയുന്ന സർക്കിളിൻ്റെ കോഡാണ് AB. മനസ്സിലായല്ലോ? ഈ കോഡെന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ വരയ്ക്കുന്ന ഈ സർക്കിളിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ AB വിച്ച് ടച്ചസ് ദി സ്മോളർ സർക്കിൾ, ഈ സ്മോളർ സർക്കിളിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് Pയിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്മോളർ സർക്കിളിൻ്റെ എന്താണ് AB? ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്മോളർ സർക്കിളിൻ്റെ ടാൻജൻ്റ് ആണ് എന്ത്? AB എന്ന് പറയുന്നത്. ഈസ് ബൈസെക്റ്റ് അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഇത് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ബൈസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഈക്വലി ഡിവൈഡ് ചെയ്യുക. അപ്പം നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഈ AB ബൈസെക്റ്റ് ചെയ്യപ്പെടുന്നുവെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? AP = PB എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഗിവൺ ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത്? 2 കോൺസെൻട്രിക് സർക്കിൾ C1 ആൻഡ് C2 വിത്ത് സെൻറ്റർ O ആൻഡ് എ കോഡ് AB ഓഫ് ദി ലാർജർ സർക്കിൾ C1 വിച്ച് ടച്ചസ് ദ സ്മോളർ സർക്കിൾ C2 അറ്റ് ദ പോയിന്റ് P. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് എന്താണ്? എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ബൈസെക്റ്റ് അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് AB പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ബൈസെക്റ്റ് ചെയ്യപ്പെടുന്നുവെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് AP = BP എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കൺസ്ട്രക്ഷൻ ആവശ്യമാണ്. എന്താ? Oയും Pയും കൂടെ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷനും ആവശ്യമാണ്. എന്താണ്? ജോയിൻ OP. നമ്മൾ OP ജോയിൻ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് എഴുതാം. ഇവിടെ AB സർക്കിൾ C2ൻ്റെ എന്താണെന്ന് ഞാൻ പറഞ്ഞു? ടാൻജൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഈ AB എന്ന് പറയുന്ന കോഡ് സർക്കിൾ C2വിനെ പോയിന്റ് Pയിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു പോയിന്റിലെ ടച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് AB എന്താണ്? ടാൻജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? AB ഈസ് എ ടാൻജൻ്റ് ടു എന്തിനാണ്? C2 അറ്റ് P. പിന്നെന്താണ്? ആൻഡ് OP എന്താണ്? ഇതിൻ്റെ OP എന്ന് പറയുന്നത് ഈ C2 എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്. OP ഈസ് ഇറ്റ്സ് റേഡിയസ്. Therefore നമുക്ക് എന്ത് പറയാം? OP പെർപെൻഡിക്കുലർ ടു AB. OP ABക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടവർക്കറിയാം ഏത് തിയറമാണ്? ബൈ തിയറം 10.1 അല്ലേ? എന്താണ് തിയറം 10.1? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഈ റേഡിയസ് ടാൻജൻറ്റിന്
എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് തിയറം 10.1. അപ്പം ഒ പി പെർപെൻഡിക്കുലർ എ ബി ബൈ തിയറം 10.1. ഇനി എ ബി എന്ന് പറയുന്നത് എന്താണ്? സർക്കിൾ C1ൻ്റെ കോഡാണ്. അപ്പോൾ എന്തെഴുതാം? നൗ എ ബി ഈസ് എ കോഡ് എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാർജർ സർക്കിളിൻ്റെ കോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി ഈസ് എ കോഡ് ഓഫ് C1 ആൻഡ് ഇപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി. ഒ പി എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് എന്നും പ്രൂവ് ചെയ്തു. അതായത് എ ബി കോഡാണ്, ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി എന്നും നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെയർഫോർ ഒ പി ഈസ് ദി ബൈസെക്ടർ ഓഫ് ദി കോഡ് എ ബി. ഇത് നമ്മൾ 9th പഠിച്ചിട്ടുണ്ടല്ലേ, ബൈസെക്ടർ ഓഫ് കോഡ് എ ബി. എന്തുകൊണ്ടാണ്? നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. ദ പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ബൈസെക്ട് ദി കോഡ്. സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ കോഡിനെ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റീസൺ ഇവിടെ എഴുതണം. ദി പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ബൈസെക്ട്സ് ദ കോഡ്. Therefore, AP is equal to BP. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ AP is equal to BP എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ ഒ പി എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന് തിയറം 10.1 വെച്ച് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. അപ്പോൾ എ ബി കോഡാണ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ കോഡിന് പെർപെൻഡിക്കുലർ ആണ് ഒ പി എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ പിയും ബി പിയും ഈക്വലാണ് എന്ന് പറയാം. പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ബൈസെക്ട് ദി കോഡ്. സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ കോഡിനെ എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറവും കഴിഞ്ഞ വർഷത്തെ 9th പഠിച്ചതൊന്നും മറന്നു പോകണ്ട കേട്ടോ. അതൊക്കെ ഈ ചാപ്റ്ററിലെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇനി അടുത്ത എക്സാമ്പിളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.